നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലേ. നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഡ്രീം എന്നൊക്കെ പറയുന്നത് നമ്മളെ മക്കൾ തന്നെയാണ്. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അത് നമ്മുടെ മക്കൾ തന്നെയല്ലേ. സോ നമ്മുടെ മക്കളെക്കുറിച്ചൊന്ന് പറഞ്ഞു പോയാലോ. അതെ, നമ്മളവരെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. നമ്മളൊക്കെ നല്ലതുപോലെ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഫുൾ അധ്വാനം, ഡെഡിക്കേഷൻ, നമ്മുടെ പ്രയത്നമൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ചില പാരൻസ് ഈ ജോലി തിരക്കുകൾക്കിടയിൽ അതൊന്നും പ്രകടിപ്പിക്കില്ല. എനിക്കിതിനെ ഇഷ്ടമാണ്. ചില പാരൻസൊക്കെ മക്കളോട് നിങ്ങളെ മക്കളെ അടുത്തിരുത്തി സംസാരിച്ചിട്ട് എത്ര നാളായി, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി, ഓർമ്മയുണ്ടോ? ഓർത്തു വെക്കണം. ജോലി തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ. മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷെ അവർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് പോയാലോ. അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളുടെ മുഫി. അപ്പോൾ എൻ്റെ ചിന്തകളിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുവാണേ. നമ്മുടെ മക്കളെ ഇന്ന് മോഡേൺ യുഗമാണല്ലേ. ന്യൂസിലൊക്കെ ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. പഠിച്ചവൻ ആ ഒരു രീതിയിലുള്ള അവസ്ഥകളെ തൊട്ടൊക്കെ നമ്മൾ എല്ലാ മക്കളെയും കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരായിരിക്കണം? നമ്മളായിരിക്കണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലാണ്ട് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണോ ആ സ്ഥാനം? ഇല്ല. അത് ഉമ്മച്ചിമാരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളായിരിക്കണം. അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് പറയേണ്ടത് നമ്മളോട് തന്നെയായിരിക്കട്ടെ അല്ലേ. അവരെ സ്കൂളിൽ പോകുന്നു, ആ ഡേയിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് അവരെ ടീച്ചറാണ്. ഫുൾ ഡ്യൂട്ടി നമ്മൾ ടീച്ചറിന് കൊടുക്കുകയാണ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടേക്ക് കെയർ ചെയ്യുന്നു. പക്ഷേ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം എത്ര മാതാപിതാക്കളാണ് ഇന്ന് സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നത്? നിൻ്റെ സ്കൂളിൽ നിൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് നിന്നോട് ഷെയർ ചെയ്തത്, നീ ഇന്ന് പഠിച്ചു, നീ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് എടുത്തു എന്നുള്ളത് നമ്മളെ മക്കളോട് സ്പെൻഡ് ചെയ്യണം. ആ ഡേയിൽ ഉണ്ടായ കുറേ കുട്ടി കുട്ടി കഥകൾ കുഞ്ഞു മക്കൾക്ക് പറയാനുണ്ടാവും. അതൊന്ന് കേൾക്കാൻ ചെവി ഒന്ന് കൊടുക്കണം. അതുപോലെ തന്നെ മക്കൾ വളരുമ്പോൾ ടെൻഷൻ കൂടുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ടീനേജിലെ മക്കളായാൽ പോലും ആ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിക്കഴിഞ്ഞാൽ അവരവരുടെ എല്ലാ കാര്യവും നമ്മളോടൊന്ന് പറയും. ഒരിക്കലും മറ്റൊരാളെ ആ സ്ഥാനത്തോട്ട് ചിന്തിക്കുക പോലുമില്ല. സോ ഞാൻ പറയുന്നത് സ്ട്രിക്റ്റൊക്കെ വേണം, വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരിക്കലും നമ്മളെ പേടിച്ചിട്ട് നമ്മളെ മക്കൾ അവരുടെ കാര്യങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ പോയി ഷെയർ ചെയ്യുന്നൊരവസ്ഥ അതും ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? സോ നമ്മുടെ തിരക്കുകളൊക്കെ ഉണ്ട്, ശരിയാണ്. ജോലി തിരക്കുകൾ പെട്ടു പോകുന്നുണ്ട്. ചിലർ ആ ദിവസത്തെ കാര്യങ്ങളിലൊക്കെ പല പല ടെൻഷൻസിലാണുള്ളത്. പക്ഷേ ആ ടെൻഷൻസൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഒരു മേശയിൽ ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മളെ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാലഘട്ടമാണ്. ഒരു അരമണിക്കൂർ